കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present ഒന്നൊന്ന് രുചി, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡ്രാമ ജൂനിയേഴ്സിലെ തേജസ് ആണ്. നമുക്ക് തേജസിനെ സ്വാഗതം ചെയ്യാം. തേജസ്, വെൽക്കം. നമസ്കാരം. നമസ്കാരം. അപ്പൊ കുക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. കൂടെ ആരെയാണ് കൊണ്ടുവന്നേക്കുന്നത്? എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛമ്മയെ കൂടെ കൂട്ടി. കുക്ക് ചെയ്യാൻ അറിയില്ല. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഷെഫ് ആവണമെന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ കണ്ടായിരുന്നു റെസ്യൂമിനകത്ത്. എന്നിട്ടാണ് കുക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് അമ്മമ്മയെ കൂടെ നടക്കുന്നത് അല്ലേ? അപ്പൊ എന്റെ അച്ഛന്റെ അമ്മയാണിത്. അപ്പൊ അച്ഛമ്മയുടെ ലത എന്നാണ് പേര്. അച്ഛമ്മ നന്നായിട്ട് കുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. അച്ഛമ്മ എന്താണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ കൊഴുക്കട്ട പായസം. നമ്മൾ സാധാരണ പലതരം പായസങ്ങൾ കേരളത്തിലാണെങ്കിൽ തേങ്ങ വെച്ച് മാത്രമേ ഉള്ളൂ പായസം ഉണ്ടാക്കാത്തത്. ബാക്കി എല്ലാത്തിനും ഇനിയിപ്പോൾ പലഹാരങ്ങളൂടെ വെച്ച് കൊഴുക്കട്ട പായസം ഇത് എവിടുന്ന് കിട്ടി? ഇത് കൊഴുക്കട്ട പായസം എനിക്ക് ചെറിയൊരു അറിവ്. ഇങ്ങനെ കൊഴുക്കട്ട കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് പറയണ കേട്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെൽത്തി ഫുഡിനോടാണ് കൂടുതൽ താല്പര്യമുള്ളൂ. കണ്ടമാനം അങ്ങനെ ഉള്ളതൊന്നും ഇഷ്ടമല്ല. അതും ഇതൊക്കെ ചേർക്കാനും ഒന്നും താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ഇപ്പം ഇതൊരു പായസം എന്ന് പറയാൻ പറ്റില്ല, പായസം വേണമെങ്കിൽ പറയാന്നേ ഉള്ളൂ. നമുക്കപ്പോ പ്രാതലായിട്ട് കഴിക്കാം, വൈകുന്നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. മധുരം ഇട്ടില്ലേലും ഇതിന് ടേസ്റ്റ്. അത് തേങ്ങാപ്പാലിൽ തന്നെയാണല്ലോ ഇത് ചെയ്യണത്. അത് കാരണം ഇടുന്നുണ്ട് അതിനപ്പോ. അത് കാരണം നല്ല ഭംഗിയായിട്ട് കഴിക്കുകയും ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ തേജസ് ഡ്രാമ ജൂനിയറിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജസിൻ്റെ അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ കുഴക്കട്ട പായസം മാത്രമല്ല, അതിനകത്ത് ഏത്തപ്പഴം ഇട്ട് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത കുഴക്കട്ട പായസമാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ റെസിപ്പിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്തിയിട്ടുണ്ട്. കുഴക്കട്ടയുടെ മാവ്, ഏത്തപ്പഴം, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒന്നാം പാല്, രണ്ടാം പാല്, പഞ്ചസാര, എല്ലാ സംഭവവും. ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. നമ്മൾ കുഴക്കട്ടയൊക്കെ മലയാളികൾക്കൊക്കെ ഇഷ്ടമാണ്. കുഴക്കട്ട ഉണ്ടാക്കി കഴിക്കും, പാൽ കുഴക്കട്ടയുണ്ട്. പക്ഷേ ഇത് കുഴക്കട്ട പായസമാണ്. അതിനകത്ത് നേന്ത്രപ്പഴം ഇടുന്നുണ്ട്. ഒരു ഹെൽത്തി ഡെസേർട്ടായിട്ട് കൂട്ടാൻ, വല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അങ്ങനെ ഒരു അടിപൊളി റെസിപ്പിയാണ് തേജസും അമ്മമ്മയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? പറയൂ, ഇതെങ്ങനെയാണ് ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടി? പണ്ട് പോലെ ഉള്ളതാണോ? എങ്ങനെയാണ് ഇത്? എവിടുന്ന് കിട്ടിയ റെസിപ്പിയാണ്? ഈ പാചകം എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചെറുപ്പത്തിലേ മുതൽ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാണ്ട്, ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ആഭരണത്തിൻ്റെ അതൊന്നുമല്ല, എനിക്ക് നല്ല ഫുഡ് കഴിക്കണം അങ്ങനെ മാത്രം ഒരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ആദ്യം സാറിൻ്റെ ആണെങ്കിലും ഞാൻ കണ്ടമാനമൊക്കെ ഇങ്ങനെ നോക്കി വരുന്നുണ്ട്, നേരത്തെ തുടങ്ങിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് കൊഴുക്കട്ട വെച്ചിട്ട് പായസം ഉണ്ടാക്കിയാൽ നല്ലതെന്ന് പറയണ കേട്ടപ്പോൾ ഞാനത് അങ്ങോട്ട് ചെയ്ത് നോക്കി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുപോലെ പലതും എനിക്ക് ഭക്ഷണത്തിലൂടെ കൂടുതൽ അതും നല്ല ഫുഡായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു പച്ചക്കറി തോട്ടം തന്നെ എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മള് ഈ ഇതെങ്ങനെ മാവ് കുഴച്ചെന്ന് പറയും? മാവ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട്, അപ്പപ്പൊടിയാണ്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വാട്ടണം. കുറച്ച് ഉപ്പും, ലേശം ഉപ്പ് മതി, ലേശം ഉപ്പും പിന്നെ നെയ്യും ഒഴിച്ചിട്ട് വാട്ടി കുഴച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്ത് ബോളാക്കണം. പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് അപ്പൊ അമ്മമ്മ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തേജസിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയും. ഓക്കെ, അമ്മമ്മ ഇപ്പൊ ബോൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഡ്രാമ ജൂനിയറിലെ ഒരു സ്റ്റാറാണ് അല്ലേ? ഓൾറെഡി 6 or 7 എത്ര സിനിമയിൽ അഭിനയിച്ചു? 6 സിനിമയിൽ. എന്തുകൊണ്ട് അഭിനയം തുടങ്ങി? എനിക്കിപ്പോ ഞാൻ 2 വയസ്സ് മുതൽ അഭിനയം തുടങ്ങി. എന്താവാനാണ് ആഗ്രഹം? അതൊക്കെ പറഞ്ഞു. എനിക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷെഫും ആക്ടർ പ്ലസ് ഇങ്ങനെ ചികിത്സ ഡോക്ടർ അതിൻ്റെയൊക്കെ ആയിട്ട് ഡോക്ടർ ആവണമെന്നുണ്ട് ആഗ്രഹം. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും. ആദ്യം അതിൻ്റെ ഒപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ്? എനിക്ക് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് വന്ദനം. അതുപോലെ തന്നെ നമ്മുടെ
കിലുക്കും. അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആണല്ലേ, ചെയ്യും. പറയുന്നതിനിടയ്ക്ക് ഇത്ര മനോഹരമായിട്ട് ഞാൻ 10 എണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞ 2 മിനിറ്റ് കൊണ്ട് 10-100 എണ്ണം ഉണ്ടാക്കിയേക്കുന്നു ഒരേ ഷേപ്പ്. ഇത് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇവർ എത്രമാത്രം എക്സ്പെർട്ടൈസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയ പിടി പോലെ 10 എണ്ണം എന്ന് പറയുമ്പോൾ ഉടനെ ഒരു 25 എണ്ണം ഒരു 2 സെക്കൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു ഡ്രാമ ജൂനിയറിൽ വന്നതിന് ശേഷം ഓൾറെഡി അതിന് മുമ്പ് നിങ്ങൾ അഭിനയിച്ച ഒരാളാണ്. ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ ഞങ്ങൾ. ഓക്കെ, ഈ ഡ്രാമ ജൂനിയർ വന്നതിന് ശേഷം ഈ ഒരു അഭിനയ കളരിയിൽ വന്നു, കുറേ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ 18 കണ്ടസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് അവരുടെ വ്യത്യസ്തമായിട്ട് പലരുടെയും ടാലൻറ്റുകൾ കാണും. അപ്പോൾ അത് എത്രമാത്രം സഹായമാകുന്നു പുതിയതായിട്ട്? അതിപ്പോൾ നമ്മൾ ഓരോ കുട്ടികൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് ചെയ്യും. നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം. നമ്മൾ അവരുടെ രീതി നമുക്ക് അവരുടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഭയങ്കര അഹങ്കാരമാണെങ്കിൽ നമ്മൾ ക്ലാസ് ആറും ടീച്ചർമാരൊക്കെ ആയിട്ട് അയച്ചു തരും. അത് നമുക്ക് അവിടെ നിന്ന് സമയം പോലെ പഠിക്കും, പരീക്ഷ എഴുതും. അങ്ങനെയായിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കട്ട സപ്പോർട്ടാണ് അല്ലേ? അല്ലെങ്കിൽ ഇത് ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഒരു കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു 12th സ്റ്റാൻഡേർഡ് വരെയുള്ള പഠനം നമുക്കറിയാം, അത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ പഠിത്തത്തിൻ്റെ ഇടയിലാണ് അവരുടെ ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റി കാണും. ഇനി പഠിത്ത പരിപാടി നമുക്ക് ഇത് വേവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇടണം. മുത്തുമണികളാണ് കണ്ടല്ല, ഇത് ഭയങ്കര ബ്യൂട്ടി. കറക്റ്റായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. പാലൊഴിക്കണം അല്ലേ? അപ്പോൾ ഇതും കൂടി നമ്മൾ ഇടുക കേട്ടോ. അപ്പോൾ 2ാം പാലിലാണ്. 2ാം പാലൊഴിച്ചു, ആവിയിൽ പുഴുങ്ങിയെടുത്ത ചെറിയ കുഴക്കട്ട ഇട്ടു, അതിനോടൊപ്പം 2 നേന്ത്രപ്പഴം ചെറിയ കഷ്ണം. ഏത്തപ്പഴം നാടനാണെങ്കിലും ഒന്നുകൂടി, മറ്റത് വേവൂല അല്ലേ? അമ്മമ്മ, ഈ തേജസിൻ്റെ അടുത്ത് പറഞ്ഞ് 2 വയസ്സിൽ ഇത് തിരിച്ചറിഞ്ഞത് അമ്മമ്മയാണ്. എങ്ങനെയാണ്? രണ്ടുപേരും കൂടിയാ. അല്ലല്ല, പോയതല്ല, ഇവനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരാൾ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യണമല്ലോ, ഇങ്ങനെ ഒരു അഭിനയിക്കാൻ, അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും. അതെങ്ങനെ തിരിച്ചറിഞ്ഞു എന്നാണ്? ആ 2 വയസ്സ് ആ പ്രായത്തില് നമ്മൾ ആരെ കണ്ടാലും അത് അങ്ങോട്ട് അനുകരിക്കും. ആ ടൈമിൽ ഞങ്ങൾ നടക്കണ പോലെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇത് പിടിച്ചിരിക്കണതും ഒക്കെ കാണിച്ചു തരും. ആരെ കണ്ടാലും ഉടനെ അവരാന്നങ്ങടെ ഒരു വൈറൽ ആളെ കണ്ടാല് ഇതൊക്കെ എടുത്ത് കുത്തി കയറ്റി അവരെ പോലെ നടക്കും. അങ്ങനെ ചെറുതിലെ തുടങ്ങി ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ആരും ഒരു കുടുകുടു എന്നുള്ള സാധനമായിരുന്നു. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയായിരുന്നു, ഇവൻ എന്തൊക്കെയാ കാണിക്കണേന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെയാണ് ആ 2 വയസ്സിലിട്ട് വരുന്നത്. കൂടെ ഈ കുട്ടികളാകുമ്പോൾ ഈ ഷൂട്ടിങ്ങിലൊക്കെ ആരാണ് കൂടെ പോകുന്നത്? ഞാനും ഹസ്ബൻഡും തന്നെ. എല്ലാം ഞങ്ങൾ തന്നെയാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങൾ തന്നെയാണ് എല്ലാത്തിലും. അച്ഛനും അമ്മയും ഒരു ഗസ്റ്റായിട്ട് മാത്രമേ ഇത്ര നാളും. അവർക്ക് ജോലിയുടെ തിരക്കും അതുമല്ല. ഇപ്പൊ ഒരു കുഞ്ഞുമാവയുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട് വരണമെന്നും എല്ലാത്തിനും. പക്ഷെ അവർക്ക് പറ്റണില്ല. ഈ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ മിമിക്രി അങ്ങനെയൊക്കെയാണോ, അതോ അവരുടെ മാനേഴ്സ് ഓരോരുത്തരെങ്ങനെയാ കാണിക്കണേ അതെല്ലാം കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഇപ്പം അവൻ അച്ഛനെ കാണിക്കും, ഹസ്ബൻഡിനെ കാണിച്ചാൽ അച്ഛൻ ഇങ്ങനെ നടക്കണേ എന്ന് പറഞ്ഞ് കാണിക്കും. അച്ഛമ്മ ഇങ്ങനെ നടക്കണേ. ഇപ്പൊ വയറുണ്ട് എനിക്ക് ശകലോ, അതൊക്കെ കാണിച്ചൊക്കെ നടക്കുക ചെറുപ്പത്തിൽ. എനിക്ക് ചിലപ്പോ നാണവും. എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനിപ്പോ നമ്മുടെ ലാലേട്ടനെ, ജയൻ,
അതുപോലെ അമ്മമ്മ കാണിച്ചത് അമ്മമ്മ എങ്ങനെയായിരുന്നു അത് ഓർമ്മയുണ്ട്? പണ്ടായിരുന്നു ആ ഒരു രീതിയിൽ. ഇപ്പൊ അത് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്യും നമുക്ക്. പഞ്ചസാര ഒരുപാട് ആവശ്യമില്ല. ഇപ്പൊ ആർക്കും ഷുഗറൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുക, ഓവറായിട്ട് ഇന്നും ഇടണില്ല. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ആവശ്യമില്ല. വേണമെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒരു ഹെൽത്തി ഫുഡായിട്ടാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. അത് ഷുഗറിന് എതിരാണല്ലോ. ഞാൻ ചെയ്യാം. നീ എന്നോട് പെണ്ണുങ്ങളെ കളിയാക്കുന്ന അളവില്ലാതെ ഷാജി, എന്റെ പഞ്ചസാരയടി ഇത്തിരി കൂടുന്നുണ്ട്. ഇനി കൂടിയാൽ നിന്റെ പഞ്ചസാരയിൽ ഞാൻ ഉപ്പ് വാരിയിടും. ആരാ മോനെ ദിനേശ ഈ എരപ്പാളിത്തരമൊക്കെ കാണിച്ചത്? 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചെത്തിയിരിക്കുന്നു. കളികൾ കാണാനും ചിലതൊക്കെ കാണിച്ച് പഠിപ്പിക്കാനും. നീ പോ മോനെ ദിനേശ്. സ്കൂളിൽ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ എന്താണ് റെസ്പോൺസ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ? ഫ്രണ്ട്സിന്റെ ഇടയിലും ടീച്ചർമാരുടെ എല്ലാവരുടെ ഇടയിൽ ഓഹോ അവൻ ഞങ്ങൾ അഭിനയിച്ചതാണ് ഞങ്ങളുടെയൊക്കെ അഭിമാനം. അങ്ങനെ ഒരു എല്ലാവരും സ്കൂളിലായാലും സാറുമാരൊക്കെ വന്നോ അഭിനയം കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ക്ലാസ് നിർത്തി ചോദിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഓൾ ദി ബെസ്റ്റ് ഒക്കെ തരും. എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ്. പിന്നെ ഇപ്പോൾ പുറത്തായാലും എവിടെയായാലും ആൾക്കാരൊക്കെ ഡ്രാമ ജൂനിയേഴ്സിലെ കൊച്ചല്ലേ ആ ജയനൊക്കെ ആയിട്ട് ചെയ്തേ, തിരിച്ചറിഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. രണ്ടാം പാൽ ഒഴിക്കും. അതൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കില്ല. രണ്ടാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നെയ്ക്കകത്ത് ഒന്നാം പാൽ ഒഴിച്ചു കേട്ടോ. തേജസ്സായി, ഈ ഡ്രാമ ജൂനിയറിൽ നിങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റ് എടുത്ത് ഒരു ദിവസം തന്നെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഏതായിരുന്നു? ഏത് കഥാപാത്രം ചെയ്തതാണ്? എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വൺ മാൻ ഷോ ആയിരുന്നു. ഞാൻ ഇതിന്റെ മെഗാ ഓഡീഷന്റെ ടൈമിൽ വൺ മാൻ ഷോ ചെയ്തു. അത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ, ഡയലോഗൊന്നും കറക്റ്റ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ സ്റ്റേജ് റിഹേഴ്സലിന് ആയാലും എനിക്ക് കറക്റ്റ് കിട്ടത്തില്ല. പക്ഷെ സ്റ്റേജിൽ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഓഡിയൻസ് കണ്ടപ്പോൾ എനർജി അവിടെ നിന്ന് വന്നു അല്ലേ? അതിന് മുമ്പ് നമുക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ എനിക്ക് പെർഫോം ചെയ്യും. പക്ഷെ കാണികളെ കാണുമ്പോൾ അല്ലെ പ്രേക്ഷകരെ നമ്മളെ സപ്പോർട്ടേഴ്സിനെ കാണുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പവർ വരും അല്ലേ? അവിടെ ഇപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട, നീ അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. കുഴക്കട്ട പായസം റെഡി ആയിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനെ അത് കൂളായിട്ട് വെച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുകയാണ്. ഇനി അതിനകത്ത് അങ്ങനെ നമുക്ക് കുഴക്കട്ട ഏത്തപ്പഴ പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കണ്ട, തരില്ല. ഒരു ചെറിയ കഷ്ണം ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു അണ്ടിപ്പരിപ്പുണ്ട്, ചെറിയൊരു പിടിയുണ്ട്. അപ്പം ഇത് അടിപൊളി സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, ഈവനിങ് സ്നാക്ക് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കാണ്. വേണേൽ മധുരം കുറയ്ക്കാം, കാരണം ഏത്തപ്പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്. അടിപൊളി. അപ്പം ഭയങ്കര സന്തോഷം. തേജസിൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് പുതിയ സിനിമയിലൊക്കെ അഭിനയിക്കാനും അതുപോലെ ഭാവിയിൽ ഷെഫ് ആവാനും അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. നമ്മുടെ ഒന്നൊന്ന് രുചിയിൽ വന്ന ഇത് അതുപോലെ തന്നെ ഈ ഡ്രാമ ജൂനിയറിൽ നല്ല പെർഫോം ചെയ്ത് അതിൻ്റെ അത് വിന്നറാവാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവട്ടെ.
താങ്ക് യു. താങ്ക് യു. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗിഫ്റ്റ് കൂടെ തരാനുണ്ട്. താങ്ക് യു. ഇത് ആദ്യം തന്നെ നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് ആൻറ്റിക്ക് തരികയാണ്. അതിനോടൊപ്പം അമിയോൻ്റെ ഒരു ഹാൻഡ് മിക്സറാണ്. ഇനിയിപ്പോൾ പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഷെഫുമാരൊക്കെ ഇങ്ങനെ പിടിച്ച് കറക്കുന്നില്ല, ആ സാധനമാണ് ഇത്. അടിപൊളി ഒരു എക്യുപ്മെൻറ്റാണ്, ഇത് വെക്കൂ. അതിനോടൊപ്പം തന്നെ പയഷ്യയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഇതിനോടൊപ്പം ഞാൻ പഠിപ്പിച്ചോളാം, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയേണ്ടത്? സപ്പോർട്ടിന് ഡ്രാമ ജൂനിയർ കണ്ട് സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളോടും ഒന്ന് പറഞ്ഞോളൂ. ഞങ്ങളുടെ സി കേരളത്തിലെ ഡ്രാമ ജൂനിയേഴ്സ് എല്ലാ ശനി ഞായർ രാത്രി 9 മണി to 10 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യണം, എന്നെയും സപ്പോർട്ട് ചെയ്യണം. എന്നെയും സപ്പോർട്ട് ചെയ്യണം. അതെല്ലാവരും മറക്കാതെ കാണണം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഒന്നൊന്ന് രുചി തുടങ്ങിയ കാലം മുതലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടറും സ്പോൺസറുമാണ് അമിയോൺ. അപ്പോൾ ഈ അമിയോണിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായ ശ്രീ നൗഷാ ദേവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് അമിയോണിൻ്റെ കുറേ വിശേഷങ്ങളൂടെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, സന്തോഷം. താങ്ക് യു സോ മച്ച് ബീങ് എ ഗുഡ്. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അമിയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമിയോൺ ഒരു 4 വർഷമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളുടേതായ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റുകളൊക്കെയാണുള്ളത്. നമ്മൾ ഹോം അപ്ലയൻസസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ മെയിനായിട്ടും. എയർ ഫ്രയർ ഉണ്ട്, സാൻഡ്വിച്ച് മേക്കർ, ബ്രെഡ് ടോസ്റ്റർ, അതുപോലെ സ്റ്റാൻഡ് മിക്സറുകൾ, ഹാൻഡ് മിക്സറുകൾ, വാക്വം ഫ്ലാസ്കുകൾ, ഇലക്ട്രിക് കെറ്റിലുകൾ, ഇങ്ങനെ ഇതൊക്കെയുള്ള നിത്യ വീട്ടിലെ ഒരു മോഡേൺ സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുക്കിംഗ് ഈസി ആക്കാൻ പറ്റിയ ഹോം അപ്ലയൻസ് ആയിട്ടുള്ള എല്ലാം. അതിനകത്ത് എയർ ഫ്രയർ ആണ് ഏറ്റവും ട്രെൻഡി ആയിട്ടൊക്കെ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ. അതായത് എണ്ണയൊന്നും ഉപയോഗിക്കാതെ എയറിൽ കൂടെ ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് ചിപ്സ് ഉണ്ടാക്കാം, മീൻ പൊരിച്ചെടുക്കാം, എന്ത് വേണം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു സംഭവമാണ്. അപ്പോൾ കേരളത്തിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എന്നാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ. അമിയോൺ എൻ്റെ അടുക്കളയുടെ ആരോഗ്യം, എൻ്റെ അടുക്കളയുടെ ഇൻ്റലിജൻസ് എന്ന് തന്നെയാണ്. അതേപോലെ ട്രെൻഡി ആയിട്ടുള്ള പുതിയ ടെക്നോളജിയിലുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും ഞങ്ങൾ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ റോബോട്ടിക് വാക്വം ക്ലീനർ, അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് ഞങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നത്. ഭയങ്കര സന്തോഷം. ഇപ്പോൾ താങ്ക് യു നമ്മുടെ ഒരു സപ്പോർട്ടറായിട്ട് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒന്നര രുചി പോലെ നല്ലൊരു പ്രോഗ്രാമിൽ സ്പോൺസർ ആവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷം സാറിനോട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ്, സാറിനും ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അമിയോണിൻ്റെ എയർ ഫ്രയർ ആണ്, ഡിജിറ്റൽ എയർ ഫ്രയർ ആണ്. ഇത് മറ്റുള്ള വിദേശ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇത് പോപ്പുലറായ ഒരു എക്യുപ്മെൻ്റ് ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയൂ? ഇത് എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കേണ്ടതില്ല, എന്നാൽ കറണ്ട് ചാർജ് വളരെ കുറച്ച് മതി. പവർ വളരെ കൺസംഷൻ കുറവാണ്. ഹോട്ട് എയർ വഴിയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചൂട് കാറ്റുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്കായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രുചിയിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. നമ്മൾ കൺവെൻഷനലായിട്ടുള്ള നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും, എന്നാൽ വളരെ ഹെൽത്തിയുമാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് തീർച്ചയായിട്ടും പുതിയ 1-2 റെസിപ്പികളൊക്കെ വീട്ടിൽ പോയി ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പോത്ത് ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ പോത്തിറച്ചി വേവിച്ച് ഉരുളക്കിഴങ്ങുമായിട്ട് തേങ്ങാപ്പാലിനകത്തുള്ള ഒരു സിമ്പിൾ കറി നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇറച്ചി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിനകത്ത് നമുക്ക് വേണേൽ വേവിച്ച് വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാനിനകത്ത് എണ്ണ ചൂടാകുമ്പോൾ ലേശം പെരുംജീരകം, സവാള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിനകത്ത് മസാല ചേർക്കും. മസാല ചേർത്ത് ഒന്നുകൂടെ റോസ്റ്റായിട്ട് ഈ ബോയിൽ ചെയ്ത ബീഫിട്ട് 2ാം പാലിലൊന്ന് തിളച്ച് കുറുക്കി 1ാം പാൽ ഇട്ടതിന് ശേഷം വീണ്ടും വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും വത്തൽമുളകും കടുകിട്ട് താളിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതിന് ഇത്തിരി കൂടുതലാണ് വേണ്ടത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി, ഒരല്പം ഗരം മസാല. ഇതിനകത്ത് കുരുമുളക് പൊടിയുണ്ട്, അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇതൊന്ന് ഈ പാനിനകത്ത് ഈ ഉള്ളി ഇവിടെ വാടുന്ന സമയത്ത് തന്നെ ഇവിടെ ഇട്ട് റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ മസാല ഒന്ന് മൂത്ത് വരുമ്പം നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. നേരെ ഉള്ളിയായിട്ട് ഇത് മിക്സ് ചെയ്യാം.
കുറച്ച് കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ കുറുകിയ കറി ഇപ്പോൾ ഓൾറെഡി 2ാം പാലിലും 1ാം പാലിലും ആ കറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി ഈ താളിച്ചത് ഇത് കറി നമ്മൾ ഒഴിച്ചത് നല്ല കുറുകി ഇറച്ചിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഇറച്ചി, പൊട്ടറ്റോ അതുപോലെ ചാറെല്ലാം കുറുകി അതിൻ്റെ ഉപ്പ് കൃത്യമായിട്ട് നോക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പോത്ത് കിഴങ്ങ് പാൽക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.